ഇന്നലത്തെ വിഷു ദിവസം മലയാളത്തിലെ എല്ലാ സിനിമാ താരങ്ങളും ലൊക്കേഷനിലോ അല്ലെങ്കിൽ കുടുംബവുമായോ ആർഭാടമായി തന്നെ വിഷു ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മലയാളത്തിലെ മറ്റൊരു താരമായ സന്തോഷ് പണ്ഡിറ്റിന്റെ വിഷു ആഘോഷം. കുടിവെള്ളം കിട്ടാതെ വലയുന്ന അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകിയായിരുന്നു താരത്തിന്റെ വിഷു ആഘോഷം. 2000 ലിറ്ററിന്റെ 2 കുടിവെള്ള ടാങ്കുകൾ നൽകി അട്ടപ്പാടിയിൽ നക്കുപതി ഊരിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാണ് താരം മാതൃകയായത്. ജനസേവനങ്ങൾ മുൻനിർത്തി മുൻപ് തന്നെ സന്തോഷ് പണ്ഡിറ്റ് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വൻ വിജയമാക്കിയിരുന്നു. പിന്നാലെയാണ് ജനോപകാരപ്രദമായ മറ്റൊരു സേവനവുമായി സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും അട്ടപ്പാടിയിലെത്തിയത്. അട്ടപ്പാടിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആയിരുന്നു ഇത്തവണ സന്തോഷ് പണ്ഡിറ്റിന്റെ സഹായം. വിഷുക്കാലത്ത് അട്ടപ്പാടിയിലെത്തുകയായിരുന്നു താരം. 5 ദിവസം അവരുടെ കൂടെ ചിലവഴിക്കുകയും ചെയ്തു. ഓണത്തിന്റെ സമയത്താണ് ആദ്യമായി പണ്ഡിറ്റ് അട്ടപ്പാടിയിലെത്തുന്നത്. കീരിപ്പാതി ഊരിലായിരുന്നു സന്ദർശനം. ഊരിലെ താമസക്കാർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രവുമെല്ലാം നൽകിയ ശേഷമാണ് അവിടെ നിന്നും താരം മടങ്ങിയത്. പിന്നീട് ഇവരുടെ വിശേഷങ്ങൾ വിളിച്ചന്വേഷിക്കുകയും ചെയ്തു. ആദ്യ യാത്രയിൽ തന്നെ അവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ട പണ്ഡിറ്റ് വീണ്ടും വരുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ഊരുവിട്ട് മടങ്ങിയത്. ശേഷം ഒരാഴ്ച മുമ്പാണ് വീണ്ടും സന്തോഷ് പണ്ഡിറ്റ് രാകേഷ് ബാബുവിനെ വിളിക്കുന്നത്. വിഷുവല്ലേ, അട്ടപ്പാടിക്കാർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നായിരുന്നു ചോദ്യം. എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ പൊതുപ്രവർത്തക ഉമാ പ്രേമയുമായി ചർച്ച നടത്തി. അട്ടപ്പാടിയിലെ നക്കുപതി ഊരിൽ വെള്ളമില്ലെന്ന വാർത്ത സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചറിയിച്ചു. കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റിന് സന്തോഷ് പണ്ഡിറ്റും സമ്മതമൂളിയതോടെ പിന്നെ വെള്ളം എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 5000 ലിറ്റർ വെള്ളം നിറയ്ക്കാനുള്ള ടാങ്ക് സ്ഥാപിക്കാനായിരുന്നു ആലോചന. എന്നാൽ അത്രയും വലിയ ടാങ്ക് സ്ഥാപിക്കാനുള്ള കെട്ടിടം ഊരിൽ ഇല്ലാത്തതിനാൽ 2000 ലിറ്റർ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന 2 ടാങ്കാക്കി പ്ലാൻ മാറ്റി. 1.5 കിലോമീറ്റർ അകലെയുള്ള കിണറ്റിൽ നിന്നാണ് ടാങ്കിലേക്ക് വെള്ളം എത്തുന്നത്. ഇതിനോടകം ഈ ഊരിൽ 3 പ്രോജക്റ്റുകൾ സർക്കാർ നടത്താൻ ശ്രമിച്ചിട്ടും പാതി വഴിക്ക് നിൽക്കുകയായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ നക്കുപതിയൂരിലെ 160ഓളം വരുന്ന കുടുംബങ്ങൾക്കാണ് സഹായമായത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി.